ഇന്നിപ്പോൾ തകർന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ. ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ആ ഒന്നോ രണ്ടോ നിലകളിലായിട്ട് അപകടം പരിമിതപ്പെട്ടു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഡ്രോണുകൾ അയച്ചു. ഇത് ജനവാസ മേഖലയിലേക്കാണ് ഡ്രോണുകൾ അയച്ചത്. മലാമയിൽ ചില ഭാഗങ്ങളിലൊക്കെ ജനവാസ മേഖലയിലേക്ക് ഡ്രോണുകൾ വന്ന് പതിച്ചിരുന്നു. അതിലെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഭീതിതമായ ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാ ടവറിലേക്ക് വന്ന ഈ ഡ്രോൺ. ആ ഡ്രോൺ ഇടിച്ചു കയറിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു നില പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഒരു അപ്പാർട്ട്മെൻറ്റ് അപ്പാടെ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മനാമയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രിയിൽ അപകടം നടന്ന ഇറാ ടവറിലെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പ് ഇതേ ബഹ്റിനിൽ തന്നെയുള്ള ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെയും ആക്രമണമുണ്ടായി. അവിടെയും ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. ഒരു ഡ്രോൺ ആയതുകൊണ്ട് ആക്രമണം ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങി. അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം അവിടെ സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഒരുപാട് ഇത്തരം ബഹുനില കെട്ടിടങ്ങൾ മനാമയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 10-15 വർഷം മാത്രം പഴക്കമുള്ള ഒരു വലിയ ടവറാണത്. 50 നിലകളോളമുള്ള ഒരു വലിയ ആഡംബര സമുച്ചയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. മനാമയിലെ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വയനാട്ടിലെ തത്സമയ സംപ്രേഷണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ബഹ്റൈനിലെ ക്രൗൺ പ്ലാസയിൽ ആക്രമണമുണ്ടായി എന്നുള്ള വാർത്തയും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ വീണ്ടും സൈറൺ മുഴങ്ങി എന്ന വാർത്തയും എത്തിയത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കും. അല്പസമയം കേൾക്കേണ്ടതുണ്ട്. സൈനിക താവളം ഈ രാജ്യങ്ങൾ ഒരുക്കുന്നു എന്നത് ആരോപിച്ചാണ്. അവിടെയാണ് ഈ സംഘർഷം നീണ്ടുപോയാൽ ഉണ്ടാകുന്ന ലോകക്രമത്തിൽ, സാമ്പത്തിക ക്രമത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എണ്ണയുടെ വ്യാപാരം 30% നടക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഏതാണ്ട് നിരവധി രാജ്യങ്ങൾ ഈ പാതയിലൂടെയുള്ള വ്യാപാരം നടത്തുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ ചില മുന്നറിയിപ്പുകൾ ലഭിച്ചതായി ഖത്തറിലുള്ള പ്രവാസികൾ ഉൾപ്പെടെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ബഹ്റൈനിൽ ഇപ്പോൾ പുതിയ അപായ സൈറൺ മുഴങ്ങിയതായി പുതിയ വിവരങ്ങൾ നൽകുന്നുണ്ട്. ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മളോട് അറിയിക്കുകയാണ്. ബഹ്റൈൻ മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായ മുന്നറിയിപ്പ് നൽകിയതായുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ IRGC പറഞ്ഞിരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള തിരിച്ചടി IRGCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിന് ഉള്ള ഒരുക്കങ്ങൾ വിമാനത്താവളത്തിൽ എത്തുന്ന ഘട്ടമായിരുന്നു. ഇപ്പോൾ എവിടെയാണ്, എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി അവിടെ ബിജുവിന് അറിയാൻ കഴിയുന്നതും താങ്കൾ അനുഭവിക്കുന്നതും? ഞാൻ ഇന്നലെ ദുബായിൽ നിന്ന് പിന്നെ ഷാർജയ്ക്ക് പോന്നു. ഇപ്പോൾ ഷാർജയിലാണ് ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഉള്ളത്, വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് എണീറ്റ് ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം ഇവിടെയൊക്കെ അടുത്തൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നു. പിന്നെ ദുബായിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയുന്നു. ഇന്നലെ അലേർട്ട് ദുബായ് സൈഡ്, എനിക്കിവിടെ ഷാർജയിൽ വന്നില്ല, ദുബായിലൊക്കെ ഒരുപാട് പേർക്ക് എല്ലാവർക്കും തന്നെ അലേർട്ട് ഉണ്ടായിരുന്നു. ആരും വീടിൻ്റെ ബാൽക്കണിയിലും നിൽക്കാൻ പാടില്ല, വിൻഡോ സൈഡിൽ നിൽക്കാൻ പാടില്ല, എല്ലാവരും മധ്യഭാഗത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലേർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ രാവിലെ 5:30 മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു അലേർട്ട് വന്നിട്ട് ദുബായിൽ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ അറിയില്ല. താങ്കൾക്ക് അടുത്ത ദിവസങ്ങളിൽ പലയിടങ്ങളിലായി കേരളത്തിൽ പരിപാടികൾ, പ്രോഗ്രാം ഉള്ളതായി ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അവരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? അതിനു മുമ്പ് മടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അതാണ് സിറ്റുവേഷൻ. കാരണം മറ്റന്നാൾ ഹരിപ്പാട്, അതുപോലെ 6-ാം തീയതി കണ്ണൂരൊക്കെ ഷോസ് ഉള്ളതായിരുന്നു. ഞാൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്താ ഓൾട്ടർനേറ്റീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ സിറ്റുവേഷനൊക്കെ മോശമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റുകളൊന്നും പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല.